ഹലോ ഗൈസ്, പുതിയൊരു സ്വാഗതം. ഇന്നത്തെ വീഡിയോ സംസാരിക്കാനായിട്ട് പോകുന്നത് MST ബ്ലോക്ക് ചെയിനെ കുറിച്ചാണ്. കഴിഞ്ഞ ദിവസങ്ങളായിട്ട് MST ബ്ലോക്ക് ചെയിനെ കുറിച്ച് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. എന്താണ് MST ബ്ലോക്ക് ചെയിൻ എന്നും അതിൽ എങ്ങനെയാണ് നമുക്ക് ബെനിഫിറ്റ് കിട്ടുന്നത് എന്നും എങ്ങനെ അതിൻ്റെ നോഡ് മൈനിങ് ചെയ്യാം, അതെങ്ങനെ പർച്ചേസ് ചെയ്യാം എന്നിങ്ങനെ കുറേ വീഡിയോസുകളൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. ചാനൽ വന്നു കഴിഞ്ഞാൽ ഈ വീഡിയോസുകളൊക്കെ കാണാൻ പറ്റും. ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് MST ബ്ലോക്ക് ചെയിൻ്റെ വെബ്സൈറ്റ് നമുക്ക് ഡീറ്റെയിൽസ് ആയിട്ട് നോക്കാം എന്നുള്ളതാണ്. ഞാനിവിടെ MST ബ്ലോക്ക് ചെയിനിൽ ജോയിൻ ചെയ്ത് ഓപ്പൺ ചെയ്തവർക്കൊക്കെ അറിയാം, ഇങ്ങനെയുള്ളൊരു ഡാഷ്ബോർഡാണ് ഓപ്പൺ ആയിട്ട് വരുന്നത്. റൈറ്റ് സൈഡിൽ നമ്മുടെ നെയിം കാണാം, അതിന് തൊട്ടപ്പോൾ ഒരു കസ്റ്റമർ സപ്പോർട്ട് എന്നുള്ളൊരു ഓപ്ഷനും കൊടുത്തിട്ടുണ്ടാവും. നിങ്ങൾക്ക് എന്ത് ഡൗട്ടുകൾ ഉണ്ട് എന്നുണ്ടെങ്കിലും കസ്റ്റമർ സപ്പോർട്ട് നമുക്കിവിടെ അവൈലബിൾ ആണ്. നേരെ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നേരെ ഒരു MST സപ്പോർട്ട് എന്ന് പറഞ്ഞിട്ടുള്ള പേജിലോട്ടാണ് പോയിട്ടുള്ളത്. ഓൾറെഡി നിങ്ങളൊരു ഇമെയിൽ ID വെച്ചിട്ട് സൈൻ ഇൻ ചെയ്യണം. അതിന് മുന്നേ നിങ്ങൾ സൈനപ്പ് ചെയ്യാത്തവരാണ് എന്നുണ്ടെങ്കിൽ സൈനപ്പ് കൊടുത്തിട്ട് നിങ്ങളുടെ നെയിമും ഓൾറെഡി നിങ്ങളുടെ MST ബ്ലോക്ക് ചെയിൻ അക്കൗണ്ടിൽ കൊടുത്ത് ഇമെയിൽ ID കൊടുത്ത് ക്യാപ്ച കൊടുത്ത് സൈനപ്പ് ചെയ്യണം. സൈനപ്പ് ചെയ്തതിന് ശേഷം സൈൻ ഇൻ ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ കംപ്ലയിൻസ് ഒക്കെ എന്ത് ചെയ്യുക, രജിസ്ട്രേഷൻ ചെയ്യാം. വീണ്ടും ഡാഷ്ബോർഡിലോട്ട് വന്നു കഴിഞ്ഞാൽ ടാർഗറ്റ് എമൗണ്ട് എന്നുള്ളൊരു സെക്ഷൻ കൊടുത്തിട്ടുണ്ട്. കുറേ പേർക്ക് സംശയമുള്ള ഏരിയയാണ്. ടാർഗറ്റ് എമൗണ്ട് 1 lakh ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ടാർഗറ്റ് എമൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ റെഫർ ചെയ്ത് കഴിഞ്ഞാൽ അതിന് ഒരു പേരായാലും കുറേ പേരായാലും ശരി, നിങ്ങളുടെ ഫസ്റ്റ് ലെവലോ സെക്കൻഡ് ലെവലോ എത്ര ലെവലായാലും ശരി, നിങ്ങളുടെ ടീമിൽ ടോട്ടൽ ബിസിനസ് നടക്കുന്ന ഒരു എമൗണ്ട് ആണ് ഇവിടെ കാണിക്കുന്നത്. ടാർഗറ്റ് എമൗണ്ട്, അതായത് ഈ ഒരു 1 ലക്ഷം ആയി കഴിഞ്ഞാൽ നിങ്ങളുടെ ഒരു ഫസ്റ്റത്തെ ടാർഗറ്റ് അച്ചീവ് ചെയ്തു എന്നുള്ള രീതിയിലാണ് ആ ഒരു ടാർഗറ്റ് എമൗണ്ട് കൊടുത്തിട്ടുള്ളത്. അച്ചീവ്ഡ് എമൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ടീമിൽ എത്രത്തോളം ഡെപ്പോസിറ്റ്, അതായത് ബിസിനസ് നടന്നിട്ടുണ്ട് എന്നുള്ളത് കാണിക്കുന്ന എമൗണ്ട് ആണ്. റിമൈനിങ് എമൗണ്ട് എന്ന് കൊടുത്തിട്ടുള്ളത് നിങ്ങളുടെ ടാർഗറ്റ് എമൗണ്ട് എത്താൻ വേണ്ടിയിട്ട് ഇനി എത്ര എമൗണ്ടിന് ബിസിനസ് ടീമിൽ നടക്കണം എന്നുള്ളതാണ്. പർച്ചേസ് യൂസർ കൗണ്ട് എന്ന് പറയുന്നത് നിങ്ങളുടെ ടീമിൽ എത്ര പേര് ഈ ഒരു പർച്ചേസ് ചെയ്തിട്ടുണ്ട്, അതായത് മൈനിങ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ഇവിടെ കാണിക്കുന്നത്. ഇനി ടാർഗറ്റ് എമൗണ്ട് എന്താണ്, അതുകൊണ്ടുള്ള ഒരു ബെനിഫിറ്റ് എന്ന് നമുക്ക് നോക്കാം. നിങ്ങളൊരു റെഫർ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ടീമിൽ ടോട്ടലി നടക്കുന്ന ബിസിനസ് 1 lakh ആവുകയും നിങ്ങളുടെ പർച്ചേസ് യൂസർ കൗണ്ട് 20 വ്യക്തികളാവുകയും ചെയ്തു കഴിഞ്ഞാൽ, അതായത് നിങ്ങൾ ഫസ്റ്റ് ലെവൽ മാത്രമല്ല നിങ്ങളുടെ ടീമിലെ ടോട്ടൽ ബിസിനസ്സാണ് ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. പർച്ചേസ് യൂസർ കൗണ്ടിൽ 20 വ്യക്തികളും അതുപോലെ തന്നെ ടാർഗറ്റ് എമൗണ്ട് 1 lakh ആയിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ബെനിഫിറ്റ്, അതായത് റെഫറലിൻ്റെ എമൗണ്ടിനേക്ക് ഡബിൾ ആയിട്ടാണ് ഇവിടെ കിട്ടുന്നത്. ഒന്നുകൂടെ ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ റെഫർ ലിങ്ക് വഴി ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ, നിങ്ങൾ ഡയറക്റ്റ് ഒരു പേരെ റെഫർ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു വ്യക്തി എത്ര ഫ്രാക്ഷൻ ആണോ വാങ്ങുന്നത് ആ ഒരു ഫ്രാക്ഷൻ എമൗണ്ടിൻ്റെ 5% ആണ് ഡയറക്റ്റ് ഒരു ഇൻവൈറ്റിന് നമുക്ക് കിട്ടുന്നത്. ആ ഒരു വ്യക്തി എത്ര ഫ്രാക്ഷൻ എടുത്തു കഴിഞ്ഞാലും അതിൻ്റെ ടോട്ടൽ എമൗണ്ടിൻ്റെ 5% ഡയറക്റ്റ്ലി INR ആയിട്ട് തന്നെയാണ് നമുക്ക് വിഡ്രോവൽ കിട്ടുന്നത്. ഇവിടെ റെഫർ ചെയ്ത് കഴിഞ്ഞാൽ കോയിൻസ് ആയിട്ടല്ല കിട്ടുന്നത്, ഡയറക്റ്റ്ലി INR ആയിട്ട് തന്നെയാണ് കിട്ടുന്നത്. നിങ്ങളുടെ ഈ ഒരു ടാർഗറ്റ് എമൗണ്ട് അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ 1 lakh അതുപോലെ തന്നെ 20 വ്യക്തികളും നിങ്ങളുടെ ടീമിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ ഫസ്റ്റ് ലെവലിൽ 10% അതുപോലെ തന്നെ ടീമിൽ എവിടെ ബിസിനസ് നടന്നാലും നിങ്ങൾക്ക് 5% ഇതിൻ്റെ ഇൻകം ലഭിക്കുന്നത്. ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്ലാനാണ്. നിങ്ങൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ വെറുതെ ഇരുന്നാലും നിങ്ങൾക്ക് ഇതിൻ്റെ ഇവരുടെ ടോക്കൺസ് ഫ്രീ ആയിട്ട് ലഭിക്കുന്നുണ്ട്. അതിലുപരി നിങ്ങൾക്കൊരു ഏർണിങ്സ് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മെത്തേഡ് തന്നെ, ഒരു സിസ്റ്റം തന്നെയാണ് ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. നിങ്ങളുടെ ID തന്നെ നിങ്ങളുടെ ഡിഫറെൻറ്റ് വ്യക്തികളുടെ പേരിൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. 1 lakh ടാർഗറ്റ് എമൗണ്ടും പർച്ചേസ് കൗണ്ട് 20 വ്യക്തികളും ആയാൽ മതി എന്ന് മാത്രം. താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഫ്രാക്ഷൻ ഓർഡർ ഒരു ഫ്രാക്ഷനാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ടോട്ടൽ കോയിൻ 1713 ടോക്കൺസ് എനിക്ക് ടോട്ടലി കിട്ടിയിട്ടുണ്ട്. അതിനുശേഷം ഒരു പർച്ചേസ് എന്നുള്ളൊരു ഓപ്ഷനാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഫ്രാക്ഷൻ്റെ പർച്ചേസിങ് ചെയ്യുന്ന ഒരു പേജിലോട്ടാണ് വരുന്നത്. എങ്ങനെ ഫ്രാക്ഷൻ പർച്ചേസ് ചെയ്യാമെന്നതിനെ കുറിച്ചുള്ള വീഡിയോയുടെ ലിങ്ക് ഞാൻ കാർഡിൽ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് നോക്കാം. ഇവിടെ ഇതിൻ്റെ പ്രൈസ് കൊടുത്തിട്ടുണ്ട് വിത്ത് GST നമുക്ക് 463 സംതിങ് വരുന്നുണ്ട്, 18% ടോട്ടൽ പേ എമൗണ്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട് 3037.02 INR ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. പോയിന്റ് കഴിഞ്ഞിട്ട് ഉള്ള എമൗണ്ട് ഇവിടെ റൗണ്ട് ഓഫ് ചെയ്തിട്ട് ഇവിടെ പേ നൗ എന്നുള്ള സ്ഥലത്ത് കണ്ടോ റൗണ്ട് ചെയ്തിട്ടുള്ള ഈ ഒരു എമൗണ്ട് ഉണ്ടാവും. അതിൽ ക്ലിക്ക് ചെയ്തിട്ടാണ് പേയ്മെൻറ്റ് ചെയ്യേണ്ടത്. ഈ ഒരു എമൗണ്ട് കറക്റ്റായിട്ട് പേയ്മെൻറ്റ് ചെയ്യണം. അതിൽ സെലക്ട് ചെയ്യുമ്പോൾ ഓഫ്ലൈന് ഓൺലൈൻ ഉണ്ട്, അതിൽ ഓഫ്ലൈൻ ക്ലിക്ക് ചെയ്യണം. അതിനുശേഷം പേബിൾ എമൗണ്ട് 3037 സംതിങ് വന്നിട്ടുണ്ട്. 3038 പേയ്മെൻറ്റ് ചെയ്യേണ്ടത്. ഈ ഒരു QR കോഡിലോട്ട് നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്താൽ മതി. പേയ്മെൻറ്റ് ചെയ്തതിന് ശേഷം പർച്ചേസ് റെസിപ്റ്റ് എന്നുള്ള ഈ ഒരു ഓപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ കണ്ടോ നിങ്ങളുടെ ഡേറ്റ്, പർച്ചേസ് ചെയ്ത ഡേറ്റ്, അതുപോലെ തന്നെ ഫ്രാക്ഷൻ്റെ എണ്ണം, എത്ര എമൗണ്ട് ആണോ പെയ്ഡ് ചെയ്തിട്ടുള്ളത്, പിന്നെ അതിൻ്റെ UTR നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്ത ആ ഒരു
UTR ഉണ്ടാവും ട്രാൻസാക്ഷൻ്റെ, അതോടെ കൊടുക്കണം. പിന്നെ സോ അതിനുശേഷം പേയ്മെൻറ്റ് സ്ക്രീൻഷോട്ട് കൊടുക്കാനുണ്ടാവും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് തന്നെ കൊടുക്കുക. എന്നിട്ട് താഴെയുള്ള സബ്മിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ വിത്തിൻ 24 ഹവറിനുള്ളിൽ തന്നെ നിങ്ങളുടെ മൈനിങ് സ്റ്റാർട്ടാവും. സോ ഒരു 6 ഹവറിനുള്ളിൽ തന്നെ ഏകദേശം സ്റ്റാർട്ട് ആവലുണ്ട്. സോ എന്തെങ്കിലും ഡിലേ വന്നു കഴിഞ്ഞാൽ 24 ഹവറിൻ്റെ ഉള്ളിൽ തന്നെ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ അത് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കസ്റ്റമർ കോൺടാക്ട് ചെയ്താൽ മതി. സോ അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ലീഡേഴ്സിനൊക്കെ കോൺടാക്ട് ചെയ്താൽ മതി. സോ അതിനുശേഷം ഇവിടെ വിഡ്രോ എന്നുള്ളൊരു സെക്ഷനാണ്. അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ടോട്ടൽ വിഡ്രോവൽ എമൗണ്ട് എത്രയാണ് എന്നുള്ളത് കാണാം. അതുപോലെ ടോട്ടൽ ഏർണിങ്സ്, വിഡ്രോവൽ ബാലൻസ്, സ്റ്റേക്ക് എന്നിങ്ങനെ 4 ഓപ്ഷൻസ് ആണ് കൊടുത്തിട്ടുള്ളത്. സോ ഇവിടെ 0 ബാലൻസ് ആണ് എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് ആയിട്ടുള്ള വീഡിയോ ഒക്കെ ഞാൻ മുന്നേ ചെയ്തതാണ്. എങ്ങനെ നിങ്ങൾക്ക് നിങ്ങളുടെ കോയിൻസ് നിങ്ങളുടെ ഓൺ വാലറ്റിലോട്ട് വിഡ്രോ ചെയ്യാമെന്നതിനെ കുറിച്ചൊക്കെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. സോ ഇവിടെ നോഡ് 1 വാങ്ങിയവരുടെ ഡീറ്റെയിൽസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. നിങ്ങൾ എത്രാമത്തെ നോഡാണോ വാങ്ങിയത് എന്നുള്ളത് ഇവിടെ സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി. ഞാൻ 3ാമത്തെ നോഡിലായിരുന്നു വാങ്ങിയത്. അതുകൊണ്ട് തന്നെ അതിലെ ബാലൻസും ടോട്ടൽ വിഡ്രോവലും, സോ ടോട്ടൽ ഏർണിങ്സും വിഡ്രോവൽ ബാലൻസും അതുപോലെ തന്നെ സ്റ്റേക്ക് എത്രയാണോ ബാക്കിയുള്ള എമൗണ്ട് എത്രയാണോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ടാവും. നെക്സ്റ്റ് ഓപ്ഷൻ കൊടുത്തിട്ടുള്ളത് വാലിഡേറ്റർ റിപ്പോർട്ടാണ്. അതിൽ നിങ്ങളുടെ റെഫർ ലിങ്ക് കൊടുത്തിട്ടുണ്ടാവും. അതുപോലെ തന്നെ നിങ്ങളുടെ റെഫർ ലിങ്ക് വെച്ചിട്ട് ഡയറക്റ്റ് എത്ര പേര് ജോയിൻ ചെയ്തിട്ടുണ്ട് കാണാം. റെഫറൽ ഏർണിങ്സ് എത്രയാണെന്നുള്ളത് കാണാം. അവൈലബിൾ ഇനി എത്ര ഇൻകം ഉണ്ട്, വിഡ്രോവൽ ഇൻകം എത്രയാണ് എന്നുള്ള ഡീറ്റെയിൽസ് ഒക്കെ കാണാം. നിങ്ങളുടെ ഫസ്റ്റ് ലെവലായാലും സെക്കൻഡ് ലെവലായാലും തേർഡ് ലെവലായാലും ഒക്കെ എത്ര പേര് ഇവിടെ ജോയിൻ ആയിട്ടുണ്ട്, അവരൊക്കെ എത്ര പ്രാവശ്യം വാങ്ങിയിട്ടുണ്ട്, അതുപോലെ തന്നെ സ്പോൺസർ ID, നെയിം, ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. സോ നെക്സ്റ്റ് ഓപ്ഷൻ ബാങ്കിങ് ആൻഡ് വിഡ്രോവൽസ് എന്നുള്ള സെക്ഷനാണ്. അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ടോട്ടൽ ഇൻകം എത്രയാണോ നിങ്ങളുടെ ടീമിൽ, അതായത് നിങ്ങൾ റെഫർ ചെയ്തിട്ട് എത്രയാണോ ഇൻകം ഉണ്ടാക്കിയത് അത് കാണാം. ടോട്ടൽ എത്ര വിഡ്രോവൽ ചെയ്തിട്ട് കാണാം. അവൈലബിൾ ഇൻകം എത്രയാണ് എന്നുള്ളത് കാണാം. ബാങ്കിങ് വിഡ്രോവലിൻ്റെ സിസ്റ്റം എന്ന് പറയുന്നത് എല്ലാ തിങ്കളാഴ്ചയുമാണ് നിങ്ങളുടെ അക്കൗണ്ടിലോട്ട് ഓട്ടോമാറ്റിക് വിഡ്രോവലാണ്. അതിൽ മന്ത്ലി ഫസ്റ്റ് വരുന്ന തിങ്കളാഴ്ച നിങ്ങൾക്ക് 500 രൂപ ആയാൽ തന്നെ ഓട്ടോമാറ്റിക് വിഡ്രോവൽ വരും. സെക്കൻഡ്, തേർഡ് ആൻഡ് ഫോർത്ത് തിങ്കളാഴ്ചകളിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 1000 രൂപക്ക് മുകളിൽ ഉണ്ടായാലേ വിഡ്രോവൽ ഓട്ടോമാറ്റിക് വരികയുള്ളൂ. സോ ഓട്ടോമാറ്റിക് വിഡ്രോവലാണ്. അതുകൊണ്ട് നിങ്ങൾ ഒന്നും തന്നെ ചെയ്തു കൊടുക്കേണ്ട ആവശ്യമില്ല. നെക്സ്റ്റ് ഓപ്ഷൻ വരുന്നത് ഫ്രാക്ഷൻസിൻ്റെ ഒരു ഡീറ്റെയിൽസ് ആണ്. നിങ്ങളുടെ ഫ്രം 1 to എന്നുള്ള ഒരു സെക്ഷൻ നിങ്ങളുടെ ഡേറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഫ്രാക്ഷനെ പർച്ചേസ് ചെയ്ത ആ ഒരു ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും. നെക്സ്റ്റ് ഓപ്ഷൻ കമ്മീഷൻ റിപ്പോർട്ടാണ്. സോ നിങ്ങളുടെ ടീമിൽ ആരൊക്കെ ജോയിൻ ചെയ്തിട്ടുണ്ട്, അവരൊക്കെ എത്ര ഫ്രാക്ഷൻ വാങ്ങിയിട്ടുണ്ട്, അതിൻ്റെ കമ്മീഷനും കാര്യങ്ങളൊക്കെ നമുക്ക് എത്ര ലഭിച്ചിട്ടുള്ളത്, അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും ആരൊക്കെയാണ് എന്തൊക്കെയാണ് അവരുടെ ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ടാവും. സോ നെക്സ്റ്റ് ഓപ്ഷൻ വരുന്നത് DAO സ്റ്റേക്കിംഗ് എന്നുള്ള സെക്ഷനാണ്. സോ നമ്മളുടെ ഇവിടെ ഉണ്ട് കണക്ട് വാലറ്റ് എന്നുള്ള ഓപ്ഷൻ കാണാം. ഓൾറെഡി MST ബ്ലോക്ക് ചെയിനിൽ കൊടുത്തിട്ടുള്ള നിങ്ങളുടെ ആ ഒരു വാലറ്റ് അഡ്രസ്സ്, ആ ഒരു സെയിം വാലറ്റ് ഇവിടെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ എത്ര MSTC കോയിൻസ് ഉണ്ട് എന്നും അതുപോലെ നിങ്ങൾക്ക് ആ ഒരു കോയിൻസ് സ്റ്റേക്ക് ചെയ്യാനും അങ്ങനെയുള്ള സെക്ഷനും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. സോ ഞാൻ എൻ്റെ വാലറ്റ് കണക്ട് ചെയ്തപ്പോൾ കണ്ട ആ ഒരു പേജിൻ്റെ ഒരു ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഇവിടെ വന്നിട്ടുണ്ടാവും. സോ ഇവിടെ കണ്ട നമ്മുടെ പ്രൊഫൈലിൽ തൊട്ടതായി സ്റ്റേക്ക് എന്നുള്ള ആ ഒരു സെക്ഷൻ കൊടുത്തിട്ടുണ്ടാവും. അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വാലറ്റിൽ എത്ര കോയിൻസ് ഉണ്ട് എന്നുള്ളത് അവിടെ കാണും. സോ എത്ര കോയിൻസാണ് നിങ്ങൾക്ക് അവിടെ സ്റ്റേക്ക് ചെയ്യേണ്ടത് എന്നുള്ളത് ഒരു ഏകദേശം ഒരു 100, ഞാനൊരു 100 കൊടുത്ത് സബ്മിറ്റ് കൊടുത്തു. പ്ലീസ് നോഡ് സെലക്ട് ചെയ്യാൻ പറഞ്ഞു. 3 നോഡാണ്. സബ്മിറ്റ് കൊടുത്തു. മിനിമം 200 കൊടുക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. സോ ഞാൻ ഒരു 200 മിനിമം കൊടുത്തിട്ട് സബ്മിറ്റ് കൊടുത്തു കഴിഞ്ഞപ്പം ഓൾറെഡി നമ്മളുടെ ആ ഒരു വാലറ്റിലോട്ട് ഒരു പെർമിഷൻ വന്നിട്ടുണ്ടാവും. സ്റ്റേക്കിംഗ് ചെയ്യണമെന്ന് ചോദിച്ചിട്ട് MST ബ്ലോക്ക് ചെയിനിലൂടെ തന്നെയാണ് ആ ഒരു ട്രാൻസാക്ഷൻ നടക്കുന്നത്. സോ ഞാൻ കൺഫേം കൊടുത്തപ്പോൾ വേണ്ട സ്റ്റേക്കിംഗ് ഇവിടെ കൺഫേം ആയിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. സോ ഇങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വാലറ്റിലുള്ള ഈ ഒരു MSTC കോയിൻസ് സ്റ്റേക്ക് ചെയ്യാൻ പറ്റും. അതിൻ്റെ റിവാർഡ്സ് കാര്യങ്ങളൊക്കെ എക്സ്ട്രാ നിങ്ങൾക്ക് അവിടെ ലഭിക്കും. സോ ഞാൻ ഇപ്പം ഈ ഒരു വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന സമയത്താണ് ഈ ഒരു സ്റ്റേക്കിംഗ് ഒക്കെ കൊടുക്കുന്നത്. പിന്നീട് അതിൻ്റെ അപ്ഡേറ്റ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയിക്കുന്നതാണ്. സോ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു വെബ്സൈറ്റിലുള്ളത്. നമ്മുടെ ഒരു പ്രൊഫൈൽ, നമ്മുടെ നെയിമിൻ്റെ ആ ഒരു നേരെയുള്ള പ്രൊഫൈൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഓൾ ഡീറ്റെയിൽസും വാലറ്റ് അഡ്രസ്സും കാര്യങ്ങളൊക്കെ അവിടെ കാണാൻ പറ്റും. സോ നമ്മുടെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ്. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ എല്ലാ അപ്ഡേറ്റുകളും ലഭിക്കുന്നതാണ്. സോ വീണ്ടും അടുത്ത നല്ലൊരു ടിപ്സുമായിട്ട് കാണാം.